ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ 2 സാരീസ് ആണ്. അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ. പ്രവാചക വചനങ്ങൾ ഉൾക്കൊണ്ട് നബിദിന ആഘോഷത്തോടൊപ്പം ജീവകാരുണ്യ രംഗത്ത് ഇടപെടലുമായി കോതമംഗലം താലൂക്കിലെ വാരപ്പെട്ടി സെൻട്രൽ മസ്ജിദ് കാൻസർ ബാധിതനായ വാരപ്പെട്ടി സ്വദേശി വിപിൻ കുമാറിന് വേണ്ടി ജനകീയ കമ്മിറ്റി ശേഖരിക്കുന്ന ചികിത്സാ ഫണ്ടിലേക്ക് ചികിത്സാ ഫണ്ട് നൽകിയാണ് മസ്ജിദ് മാതൃകയായത്. പ്രവാചക വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നബിദിനാഘോഷത്തോടൊപ്പം ജീവകാരുണ്യ രംഗത്തും ഇടപെടൽ നടത്തുകയാണ് കോതമംഗലം താലൂക്കിലെ വാരപ്പെട്ടി സെൻട്രൽ മസ്ജിദ്. പട്ടിണി കിടക്കുന്നവരെയും ദുരിതമനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കുകയെന്ന പ്രവാചക സന്ദേശം ഉൾക്കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം നടത്തി ശ്രദ്ധേയമാവുകയാണ് വാരപ്പെട്ടി സെൻട്രൽ മസ്ജിദിലെ നബിദിനാഘോഷം. കോതമംഗലം താലൂക്കിൽ വാരപ്പെട്ടി പഞ്ചായത്തിൽ വാരപ്പെട്ടി കവലയ്ക്ക് സമീപം താമസിക്കുന്ന ചെറുകരപ്പറമ്പിൽ 40 വയസ്സുള്ള വിപിൻ കുമാർ മാരക രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. മേജർ സർജറി കഴിഞ്ഞ് ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവ് വരും. പെയിന്റിംഗ് ജോലി ചെയ്തു വന്ന വിപിനും പ്രായമേറിയ അമ്മയും മാത്രമാണ് ഒറ്റമുറി മാത്രമുള്ള വീട്ടിലുള്ളത്. വിപിന്റെ ചികിത്സയ്ക്ക് സഹായം നൽകുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് ശേഖരണം നടത്തി വരികയാണ്. ഈ ചികിത്സാ ഫണ്ടിലേക്കാണ് വാരപ്പെട്ടി സെൻട്രൽ മസ്ജിദ് നബിദിനത്തിൽ സംഭാവന നൽകി മാതൃകയായത്. നബിദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ മസ്ജിദിന്റെ വക സംഭാവന ഭാരവാഹികളിൽ നിന്ന് ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ VK റെജി ഏറ്റുവാങ്ങി. ഇതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട സർജറി കഴിഞ്ഞു. തുടർന്ന് അതിനെ കീമോയും അനുബന്ധ ചികിത്സകളും തിരുവനന്തപുരം RCCയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി അത്ര ആശ്വാസകരമല്ല എങ്കിൽ പോലും ഡോക്ടർമാരുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ചികിത്സ തുടരുക, ഉപേക്ഷിക്കാം, അങ്ങനെയാണ് ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വാരപ്പെട്ടിയിൽ നിന്നും ഏതാണ്ട് 6 ലക്ഷത്തി സംതിങ് രൂപ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചികിത്സാ സഹായ സമിതിയിലേക്ക് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ അർത്ഥത്തിൽ ഗുണകരമാകുന്ന തരത്തിൽ അവർക്കത് കൈമാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് പൈസകൾ നമ്മൾ അവരുടെ ആവശ്യപ്രകാരം കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയോ വിളിച്ചു കൂട്ടിയിട്ട് ബാക്കിയുള്ള ഫണ്ട് കൂടി താമസംവിന അവരുടെ എത്തിക്കും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മസ്ജിദ് ഭാരവാഹികളായ PM ഇസ്മായിൽ, മുഹമ്മദ് ഷംസുദ്ദീൻ ഫൈസി, PS നജീബ്, ഷംജൻ PM, അൻസാർ VM, അബു VA, നാസർ PM, നിയാസ് EM, യൂസഫ് VM, മെഹ്റൂബ് PM എന്നിവർ പങ്കെടുത്തു. ഓണം വരുന്നേ! ഈ ഓണത്തിന് പാം ടൈൽസ് പാർക്കിൽ ഓഫറുകളുടെ മഹാത്ഭുതം. പാം ടൈൽസ് പാർക്ക്, പായിപ്ര റോഡ്, ചെറുവട്ടൂർ ആൻഡ് ബൈപ്പാസ് റോഡ്, കോതമംഗലം.